അർജുൻ ആയങ്കി മാത്രമല്ല, ഒരുപാട് അർജുൻ ആയങ്കിമാരും ഒക്കെ തന്നെ ഇനിയിപ്പോൾ പിടിയിലാകാനുണ്ട്. അതായത് ഈ കഴിഞ്ഞ 10 വർഷമായി, അതിനു മുൻപും ഉണ്ടായിരുന്നു, CPM-ന് വേണ്ടി ഗുണ്ടാപ്പണി ചെയ്തുകൊണ്ടിരുന്ന, ഈ ഗുണ്ടാപ്പണിയിലൂടെ പല കാര്യങ്ങളും നേടിക്കൊണ്ടിരുന്ന, ഈ ഗുണ്ടാപ്പണിയിൽ നിന്ന് കിട്ടുന്ന പണം പോരാഞ്ഞിട്ട് സ്വർണം തട്ടിക്കലും മോഷണവും പിടിച്ചുപറിയുമടക്കം നടത്തിക്കൊണ്ടിരുന്ന, കണ്ണൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന നിരവധി ഗുണ്ടകൾ ഇപ്പോഴും കയ്യും വീശി സുഖമായി നടക്കുന്നു. നമ്മൾ ഈ അർജുനായങ്കിയുടെ പേര് മാത്രമേ കേൾക്കുന്നുള്ളൂ. കുറച്ച് ദിവസങ്ങളായിട്ട് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വാർത്താസമ്മേളനങ്ങളൊന്നും നടത്തിയിരുന്നില്ല. ഇന്നിപ്പോൾ ഒരെണ്ണം നടത്തി. അത് മുഖ്യമന്ത്രിക്കെതിരെ എന്തോ ഒരു ആരോപണം ഉന്നയിക്കുന്നതിനാണ്. അതായത് മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ ലഹരി കേസിൽ പിടിയിലായി, അതിൻ്റെ ചിത്രങ്ങളുണ്ട് എന്നൊക്കെ പറയുന്നതാണ്. അതവിടെ നിൽക്കട്ടെ, അതുമായി ബന്ധപ്പെട്ട അന്വേഷണവും മറ്റു കാര്യങ്ങളും നടന്നുകൊള്ളും. പക്ഷേ ഈ ഗുണ്ടാപ്പണിക്ക് ആളെ ഇറക്കി പ്രത്യേക ട്രെയിനിങ്ങും കൊടുത്ത് ഇറക്കി വിടുന്ന CPM ഇനി ഈ ഗുണ്ടകളെ എന്തു ചെയ്യും? ഗുണ്ടകളാണ് ശ്രദ്ധിക്കേണ്ടത്. കാരണം നിങ്ങൾ CPM എന്ന പാർട്ടിക്ക് വേണ്ടി പാർട്ടിയുടെ ലേബലിൽ ഗുണ്ടാപ്പണി ചെയ്യുമ്പോൾ അവസാനം നിങ്ങൾ പിടിയിലാകുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ഒരു അന്വേഷണമോ കേസോ വരുമ്പോൾ ഈ CPM നേതാക്കൾ കൈകഴുകും. ഇന്നലെ EP ജയരാജൻ്റെ കൈകഴുകൽ കണ്ട് സത്യം പറഞ്ഞാൽ ചിരിയാണ് വന്നത്. അർജുനായങ്കിയുടെ പേര് പോലും അദ്ദേഹത്തിന് അറിയില്ല. എന്താണ് അവൻ്റെ പേര്? അർജുനായങ്കി. അർജുനായങ്കിയൊന്നും നമ്മളുമായിട്ടൊരു ബന്ധവുമില്ല. ഈ CPM-ൻ്റെ സംസ്ഥാന സമ്മേളനങ്ങളിലും കണ്ണൂർ ജില്ലാ സമ്മേളനങ്ങളിലും അടക്കം റെഡ് വോളണ്ടിയർ ആയിട്ട് ബാഡ്ജും ധരിച്ച്, ചുവന്ന ഉടുപ്പും ഇട്ട്, കാക്കി പാൻറ്റും ധരിച്ച്, തൊപ്പിയും വെച്ച്, പ്ലക്കാർഡും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന അർജുൻ ആയങ്കിയുടെ എത്രയോ ചിത്രങ്ങൾ നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നു. എന്നിട്ടും പറയുന്നത് CPM-മായി ഒരു ബന്ധവുമില്ല. ഇയാളെ പിന്തുണയ്ക്കുന്നവർ, സമൂഹ മാധ്യമങ്ങളിൽ പിന്തുണയ്ക്കുന്നവർ യഥാർത്ഥ CPM-കാരല്ല എന്നൊക്കെയാണ് പറയുന്നത്. ഇങ്ങനെയൊക്കെ ഈ കണ്ണുമടച്ച് കൈയെഴുകാൻ EP ജയരാജനെ പോലുള്ള ആളുകൾക്ക് പറ്റൂ. അപ്പോൾ ഗുണ്ടകൾ ശ്രദ്ധിക്കണം. അർജുനായങ്കി മാത്രമല്ല, ഇനി അവിടെയുള്ള CPM-ന്റെ ലേബലിൽ അറിയപ്പെടുന്ന ഗുണ്ടകൾ, അല്ലെങ്കിൽ പാർട്ടി ഗുണ്ടകൾ എന്ന ഒറ്റ വാക്ക് പറയാം. ശ്രദ്ധിക്കുക, നിങ്ങളെയൊക്കെ രമേശ് ചെന്നിത്തലയുടെ പോലീസ് തൂക്കിയെടുത്ത് അകത്തിടും. ചാർജ് ചെയ്യാൻ ഇഷ്ടം പോലെ വകുപ്പ്, ഗുണ്ട ആക്ട് മാത്രം മതി ചാർജ് ചെയ്യാനായിട്ട്. ഒപ്പം ലഹരിക്കടത്ത്, സ്വർണം പൊട്ടിക്കൽ, അങ്ങനെ പലതും അർജുനായങ്കിക്ക് ഉള്ള പോലെ എല്ലാം കാലങ്ങളോളം അകത്ത് കിടക്കാനുള്ള എല്ലാ വകുപ്പും ചാർജ് ചെയ്ത് പിടിച്ച് അകത്തിടും ആഭ്യന്തര വകുപ്പും പോലീസും. നിങ്ങൾ എവിടെ പോയി രക്ഷപ്പെട്ടാലും, എവിടെ ഓടി ഒളിച്ചാലും നിങ്ങളുടെ പിന്നാലെ എത്തി പിടികൂടി അകത്തിടും. ഇനിയെങ്കിലും നിങ്ങൾ ഈ ഒരു കേസൊക്കെ കഴിഞ്ഞാൽ, ഉടനെ കഴിയും എന്നൊന്നും തോന്നുന്നില്ല, വർഷങ്ങൾ കഴിയും, അതൊക്കെ കഴിഞ്ഞാലെങ്കിലും ഈ CPM എന്ന പാർട്ടിക്ക് വേണ്ടി അന്ന് പാർട്ടി ഉണ്ടാകുമോ എന്ന് പോലും നമുക്കറിയില്ല കേട്ടോ. ഗുണ്ടാപ്പണി നിർത്തുക. ഈ രാഷ്ട്രീയ ഗുണ്ടകൾക്ക് രാഷ്ട്രീയ പാർട്ടികൾ അഭയം കൊടുത്തുകൊണ്ടിരുന്നൊരു കാലമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കൈ കഴുകുകയാണ്. കാരണം ഒന്നും പറയാനില്ല. ഇവിടെ ബോംബ് എറിഞ്ഞു പൊട്ടിച്ചവനെ, കണ്ണൂരിൽ ബോംബെറിഞ്ഞ്, ഈ നിയമസഭാ ഇലക്ഷന് മുൻപാണ്, ബോംബെറിഞ്ഞ് പൊട്ടിച്ചവനെ, ബോംബ് നിർമ്മിച്ച് പിടിയിലായവനെ ഒക്കെ തന്നെ അവിടെ രക്തസാക്ഷി പരിവേഷം നൽകി KJ വിളിച്ചു. അന്ന് കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജന KJ വിളിച്ചു. DYFIയുടെ ചുമതല നൽകി, പ്രത്യേകമായ ചുമതല നൽകി. ബോംബ് പൊട്ടിയവനെ രക്തസാക്ഷിയാക്കി മാറ്റി. അവൻ ആരെയോ കൊല്ലാൻ വേണ്ടി ബോംബുണ്ടാക്കിയതാണ്. അത് അവൻ്റെ കയ്യിരുന്ന് പൊട്ടി അവൻ മരിച്ചുപോയി. ഉടനെ അത് അവനെ പിടിച്ച് രക്തസാക്ഷിയാക്കി, രക്തസാക്ഷികൾ സിന്ദാബാദ് എന്ന് പറഞ്ഞ് പ്രകടനം നടത്തി സ്മാരകവും വെച്ചു. ആ കാലം മാറി. ഇതിപ്പം ഞാൻ പറയുന്ന കഥ 2-3 കൊല്ലം മുമ്പത്തെയാണ്. 2-3 കൊല്ലം മുമ്പത്തെയാണ്. ഒരു കൊല്ലം മുമ്പത്തെയാണ്. അപ്പം ആ ഒരു രീതിയിലേക്ക് പാർട്ടി മാറിക്കഴിഞ്ഞു. നിങ്ങളെ ആരെയും രക്ഷിക്കാനുണ്ടാകില്ല, നിങ്ങളെയൊക്കെ തന്നെ കൈകെടുക്കും. നിങ്ങൾക്കൊന്നും, പാർട്ടി ഗുണ്ടകൾക്കൊന്നും CPM എന്ന പാർട്ടിയുമായി ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞൊഴിയും. നിങ്ങളെ ഒരു തരത്തിലും ഇവരാരും അംഗീകരിക്കില്ല. അപ്പം ആഭ്യന്തര വകുപ്പും രമേശ് ചെന്നിത്തലയുടെ പോലീസും ഓപ്പറേഷൻ ഗ്രിപ്പുമായി ഇറങ്ങിയിരിക്കുകയാണ്. സകല പാർട്ടി ഗുണ്ടകളെയും സകല ഗുണ്ടകളെയും ഓടിച്ചിട്ട് പിടിച്ച് പ്രത്യേക നിയമങ്ങൾ ചുമത്തി ആജീവനാന്തം പറ്റുകയാണെങ്കിൽ അകത്തിടും. അതിനുള്ള എല്ലാ നടപടികളുമായിട്ട് പോലീസും ആഭ്യന്തര വകുപ്പും എത്തിയിട്ടുണ്ട്. ഗുണ്ടകൾ, പ്രത്യേകിച്ചും പാർട്ടി ഗുണ്ടകൾ സൂക്ഷിക്കുക. നിങ്ങളെയൊക്കെ തന്നെ നിരീക്ഷിക്കുന്നുണ്ട്, നിങ്ങളെയൊക്കെ തന്നെ നോട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളൊക്കെ എവിടെ പോയി ഒളിച്ചാലും ഓടിച്ചിട്ട് പിടിക്കും എന്നതിൽ ഒരു തർക്കവുമില്ല.